കോഴിക്കോട്ടെ പട്ടുതെരുവ് അഥവാ സിൽക്ക് സ്ട്രീറ്റ്. ഇതാണ് കോഴിക്കോട് ബീച്ചിന് സമീപമുള്ള ശാന്തമായൊരു തെരുവ്, സിൽക്ക് സ്ട്രീറ്റ് അഥവാ പട്ടുതെരുവ്. മധ്യകാലത്ത്, അതായത് 13, 14, 15 നൂറ്റാണ്ടുകളിൽ കോഴിക്കോടിന് ചൈനയുമായി അടുത്ത വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പട്ടുവ്യാപാരത്തിന് കേരളത്തിലെത്തിച്ചേർന്ന ചൈനീസ് വ്യാപാരികൾ അധിവസിച്ചിരുന്ന ഒരു തെരുവാണ് സിൽക്ക് സ്ട്രീറ്റ് അഥവാ പട്ടുതെരുവ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. പ്രാചീനകാലത്തും മധ്യകാലത്തും പാസ്പോർട്ടും വിസയും ആവശ്യമില്ലാതിരുന്ന കാലത്ത് നിരവധി ചൈനീസ് ബുദ്ധമത സഞ്ചാരികളും വ്യാപാരികളും ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ കേരളവുമായിട്ടായിരുന്നു ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. കേരളത്തിൽ കോഴിക്കോടുമായിട്ട് അവർക്ക് അടുത്ത വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. AD 13, 14, 15 നൂറ്റാണ്ടുകളിലെ അഥവാ മധ്യകാലത്തെ നിരവധി ചൈനീസ് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങളിൽ കോഴിക്കോടിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. 1349 കോഴിക്കോട് സന്ദർശിച്ച വാങ് തുവാൻ 1406 1433 ഇടയിൽ 7 പ്രാവശ്യം കോഴിക്കോട്ട് എത്തിച്ചേർന്ന ചൈനീസ് ചരിത്രകാരനായ മാഹുവാൻ തുടങ്ങിയവരുടെ വിവരണങ്ങളിൽ കോഴിക്കോടിനെ കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങളുണ്ട്.